ഇവിടെ പുറത്തിറങ്ങി ഇപ്പം നമ്മളിവിടെ ഓഫീസിൻ്റെ ചായക്കടയുണ്ട്, അവിടെ കോൺക്രീറ്റ് പണിക്ക് വരുന്ന ചേട്ടനുണ്ട്, കുറച്ച് വരികയാണ്. പുള്ളി കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ ഇക്കുറി കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളാണ്. ചായ കുടിക്കാൻ പോയപ്പോഴേക്ക് ഇന്ന് പുള്ളി അങ്ങ് നിരാശ അങ്ങേയറ്റം നിരാശ. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തനം മാത്രം നിരാശയല്ലത്. എന്നിട്ട് സർക്കാർ വരികയാണെങ്കിൽ ആ സർക്കാർ നേരത്തെ ശ്രീകുമാർ പറയുന്നത് പോലെ പ്രവർത്തകർക്ക് ആനന്ദം നൽകുന്ന ഒരു ക്ഷേമ സർക്കാരാണ് എന്ന് കരുതാവോ ചൂടി? അത് വഴിയേ അറിഞ്ഞോളൂ. അല്ല, ഈ സർക്കാർ UDFന്റെ ഒരു സർക്കാർ എങ്ങനെ വരും, ആര് നയിക്കും, അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ളത് കണ്ടിരിക്കണം. ഇവിടെ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ആരാണ് മുഖ്യമന്ത്രിയാകും എന്ന് നമുക്കറിയില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുക, ആര് മുഖ്യമന്ത്രിയാകും എന്ന് നോക്കിയായിരിക്കുമെന്ന്. ഇപ്പൊ ചെന്നിത്തലയെ പണ്ട് പിണറായി വിജയൻ വളരെ ഈസിയായി കൈകാര്യം ചെയ്തിരുന്നത് പോലെ ചെന്നിത്തലയെങ്ങാനും മുഖ്യമന്ത്രി ആയാൽ പിണറായി വിജയൻ കരുതുന്നത് ഇപ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥിയായിട്ട് ചെന്നിത്തല വരും, എന്നാ പിന്നെ ഞാൻ പ്രതിപക്ഷ നേതാവായി ചെന്നിത്തലയെ വീണ്ടും ഒന്ന് കൈകാര്യം ചെയ്യാം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അദ്ദേഹം ബേക്കറി ജംഗ്ഷനിൽ പുതിയ വാടക വീട് എടുത്തു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോ ഈ ചിന്ത ഫ്ലാറ്റിൽ 3A 3B ഫ്ലാറ്റ് അദ്ദേഹം കുറെ കാലമായിട്ട് അടച്ചിട്ടിട്ടുണ്ട്. 10 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അവിടെ താമസിക്കാതെ അദ്ദേഹം ഒരു വാടക വീട്ടിലേക്ക് മാറുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. PBയിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ പോലും ഇപ്പോൾ പാർട്ടിയിൽ പ്രമുഖ PB അംഗങ്ങൾക്ക് പേടിയാണ്. പറഞ്ഞുവെന്ന് വരും. എം വി ഗോവിന്ദൻ പറയുന്നതിനൊക്കെ ആര് മുഖവിലക്കെടുക്കുന്നു? എം വി ഗോവിന്ദൻ ഈ പാർട്ടിയെ ഏത് നിലയിൽ എത്തിച്ചു, ഏത് കയത്തിൽ എത്തിച്ചു എന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാമല്ലോ. ഇപ്പൊ ഞാൻ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?